ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നത് കൊൽക്കത്ത സിറ്റിയും അവിടുത്തെ പഴയ സ്ട്രീറ്റുകളും യെല്ലോ ടാക്സിയും ഒക്കെയാണ്. എന്നാൽ അതുമാത്രമല്ല ബംഗാൾ. ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ട് 4 വശത്തും മഞ്ഞുമൂടിയ മലകളുള്ള നടന്നു മാത്രം എത്താൻ സാധിക്കുന്ന ഗ്രാമങ്ങളും ബംഗാളിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഹിമാലയൻ ഗ്രാമത്തിലെ കാഴ്ചകളും ആ ഗ്രാമത്തിൽ നിന്ന് സിക്കിമിലേക്ക് 2 ദിവസം കൊണ്ട് നടത്തിയ ഒരു ട്രക്കിംഗ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ബംഗാളിലെ ശ്രീഖോല എന്നൊരു വില്ലേജിലാണ്. ഡാർജിലിംഗിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറിലുള്ള ഈ വില്ലേജ്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇവിടെ നിന്നപ്പോഴാണ് ഞങ്ങൾ ഫുർബാഭായിയെ കണ്ടത്. ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ മാറിയിട്ട് റമ്മാം എന്നൊരു വില്ലേജിൽ ഫുർബാഭായിക്ക് ഒരു ഹോം സ്റ്റേ ഉണ്ട്. അവിടെ നിന്ന് ട്രക്ക് ചെയ്തിട്ട് സിക്കിമിലേക്ക് പോകാനും പറ്റും. പിന്നെയൊന്നും നോക്കിയില്ല, ഫുർബാഭായിയുടെ ട്രക്കിൻ്റെ പുറകെ കയറി നേരെ റമ്മാമിലേക്ക് വിട്ടു. കഴിഞ്ഞ 2-3 വർഷം കൊണ്ടുണ്ടായ ലാൻഡ് സ്ലൈഡിലും ഫ്ലഡിലും ഇവിടുത്തെ റോഡ് നല്ലപോലെ പോയിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കാരണം മഴയും ലാൻഡ് സ്ലൈഡ് ഒരുപാട് കൂടിയിട്ടുണ്ട് ഈ ഏരിയയിൽ. ഞങ്ങൾ പോയിട്ടുള്ളത് വെച്ച് വൺ ഓഫ് ദി സ്കെയറിയസ്റ്റ് ആയിട്ടുള്ള റോഡാണിത്. ഈ പിക്കപ്പിൻ്റെ ബാക്കിലിരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും പേടിയാവും. നല്ല ഡ്രൈവിംഗ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. മഴക്കാലം ആകുമ്പോഴേക്കും ഈ റോഡിൻ്റെ അവസ്ഥ ഇതിനേക്കാളും വളരെ മോശമാകും. പീക്ക് മൺസൂൺ ടൈം ആകുമ്പോൾ ഈ റോഡിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റാണ്ട് റമാം വില്ലേജ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആവും. ഫുർബാഭായിയുടെ ഈ വണ്ടി റമാം വില്ലേജിൻ്റെ ഒരു ലൈഫ് ലൈൻ ആണെന്ന് പറയാം. ഇങ്ങോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരാനും ആളുകൾ ട്രാവൽ ചെയ്യാനും ഒക്കെ ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഐസൊലേറ്റഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ് റമ്മാം. ഇവിടെ എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഫേമസ് ആയിട്ടുള്ള സന്ദക്ഫു ഫാലു ട്രക്കിൻ്റെ റൂട്ടിൽ വരുന്ന ഒരു വില്ലേജാണ് റമ്മാം. അതുകൊണ്ട് മെയിനായിട്ടും ഈ ട്രക്കിങ്ങിന് വരുന്ന ടൂറിസ്റ്റുകളാണ് ഇവിടെ വരാറ്. അങ്ങനെയുള്ള ട്രക്കേഴ്സിന് താമസിക്കാനായിട്ട് കുറേ ഹോം സ്റ്റേസ് ഈ വില്ലേജിലുണ്ട്. അങ്ങനെയുള്ളൊരു ഹോം സ്റ്റേ ആണ് നമ്മുടെ ഫുർബാഭായിയുടെ വീടും. ട്രക്ക് ദ ഹിമാലയാസ് എന്നുള്ള ഫേമസ് ട്രക്കിംഗ് ഗ്രൂപ്പ് റമാമിൽ വരുമ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഫുർബാഭായിയുടെ ഈ ഹോം സ്റ്റേയിലാണ്. നല്ല സ്ഥലവും നല്ല അടിപൊളി ഫുഡും ആയതുകൊണ്ട് ഒരു ദിവസത്തിന് വരെ 2 ദിവസം നിൽക്കാം എന്നാണ് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. रमाम से आप लोग जाएंगे सीधा, यहाँ छोटा सा गांव है समानदिन, ये सब फॉरेस्ट लैंड है, और यहाँ से सीधा गोरखे, ठीक है 15 मिनट लगेगा यहाँ समानदिन से यहाँ पहुँचने में। और यहाँ से सीधा ऊपर जाओगे तो यहाँ है फालूट। टिबेटन ज़्यादा बनाता है, टिबेटन लोग होता है ना जो. ഫുർബാഭായി ഇടയ്ക്ക് ട്രക്കിംഗ് ഗൈഡായിട്ടും വർക്ക് ചെയ്യാറുണ്ട്. ട്രക്കിംഗ് റൂട്ടുകളെ പറ്റിയും ഗ്രാമത്തിലെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയാനായിട്ട് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. हम लोग का फूल खिलाना बहुत ये है, गाँव का सबका आदमी का मतलब फैशन है. ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്കുള്ള വാട്ടർ സോഴ്സ് എന്തോ വീണ് ബ്ലോക്കായി. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കാടിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഉറവയിൽ നിന്നാണ് ഇവർ വെള്ളം എടുക്കുന്നത്. ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരെ ഇവർ പൈപ്പ് ഇട്ടിരിക്കുകയാണ് വീട് വരെ. സമയം ഏകദേശം 4 മണി ആവുന്നേ ഉള്ളൂ. പക്ഷെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നല്ല ഇരുട്ടാണ്. റമ്മാമിലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണിത്. ഈ ഗ്രാമത്തെ ഭൂരിഭാഗം വരുന്ന ആളുകൾ ബുദ്ധമത വിശ്വാസികളാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈം ആയതുകൊണ്ട് മൊണാസ്ട്രി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിൽ പോയാൽ എപ്പോഴും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഞങ്ങൾ യാത്രകളിൽ നിന്ന് നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ബുദ്ധമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ പൊതുവെ സമാധാനപ്രിയരായിരിക്കും.
മറ്റുള്ളവരോടൊക്കെ വളരെ പൊളൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ തന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത്യാവശ്യം സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് റമാം. ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയിൽ ഭൂരിഭാഗം ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ കുറേ സാധനങ്ങൾ ഇതേപോലെ വിൻ്ററിലേക്ക് ഉണക്കിയും സൂക്ഷിക്കും. ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളും ഓർഗാനിക് ഫാമിങ്ങും ആണ് ഇവിടെ കൂടുതലും ഫോളോ ചെയ്യുന്നത്. അതേപോലെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും പശുവും കോഴിയും ഒക്കെ ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും സങ്കല്പത്തിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗ്രാമം. അങ്ങനെയാണ് റമാം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ സ്ഥിരം ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഒഴിവാക്കി ഒരു ഹിമാലയൻ വില്ലേജിൽ അവിടുത്തെ ജീവിത രീതികളൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് ഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് റമാം. ഞങ്ങൾ താമസിച്ചത് ഫുർബ ഭയ്യയുടെ കർമ്മ ഹോം സ്റ്റേയിലാണ്. ആളുടെ കുട്ടിയുടെ പേരാണ് കർമ്മ. വളരെ നല്ല ഹോസ്പിറ്റാലിറ്റിയും ഫുഡുമാണ്, റീസണബിൾ ആയിട്ടുള്ള പ്രൈസും. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ നോർത്ത് ബംഗാളിലെ റമാം വില്ലേജിൽ നിന്ന് ഗോർക്കെ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് ട്രെക്ക് ചെയ്ത് പോവാണ്. സിംഹാളിയ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ട്രെക്ക് ചെയ്ത് പോകേണ്ടത്. ഏകദേശം 3 to 4 മണിക്കൂർ വരെയാണ് ട്രെക്ക് ചെയ്യാനുള്ള സമയം. പുലിയും കരടിയും ഒക്കെ ഉള്ള ഡെൻസ് ഫോറസ്റ്റാണ് ഈ വഴിക്ക്. സാധാരണ ഇതിൽ ഗൈഡ് ഉണ്ടെങ്കിലേ വഴിക്ക് വരാമുള്ളൂ. നമുക്ക് ഹോം സ്റ്റേയിലെ ഓണർ നമുക്ക് വഴിയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. ഗോർഖെ വില്ലേജിലേക്ക് പോകാനായിട്ട് നാട്ടുകാരും അതേപോലെ സന്തക്പൂർ ട്രെക്കിന് പോകുന്ന ട്രെക്കേഴ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന വഴിയാണിത്. അതുകൊണ്ട് ഈ വില്ലേജ് ഒരു അത്യാവശ്യം നല്ല വീതിയിലൊരു നമുക്കൊരു ട്രെക്കിംഗ് പാത്ത് ഉണ്ട്. സിംഗാളില നാഷണൽ പാർക്കിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തക്പൂർ ട്രെക്കിൻ്റെ ഭാഗം തന്നെയാണ് ഈ വഴിയും. ഗോർഖെ വില്ലേജ് എത്തുമ്പോൾ ഈ ട്രെക്കിംഗ് പാത്ത് 2ആയിട്ട് തിരിയും. ഒരു വഴി ഫാലോട്ട് വഴി സന്തക്പൂർ പീക്കിലേക്കും ഒരു വഴി സിക്കിമിലെ ഭാറങ് വില്ലേജിലേക്കും പോകും. ഞങ്ങൾ സിക്കിമിലേക്കാണ് പോകുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് സന്തക്പൂർ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3600 മീറ്റർ ഉയരത്തിൽ ഇന്ത്യ നേപ്പാൾ ബോർഡറിലായിട്ടാണ് സന്തക്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ ട്രക്കൊക്കെ ചെയ്തു തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രക്കാണ് സന്തക്പൂർ ട്രക്ക്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റോഡോഡെൻഡ്രോൺ മരങ്ങളുള്ള ഒരു സ്ഥലമാണ് സിംഗാളിയ നാഷണൽ പാർക്ക്. ഈ കാണുന്നതൊക്കെ റോഡോഡെൻഡ്രോണിൻ്റെ മരങ്ങളാണ്. പക്ഷേ റോഡോഡെൻഡ്രോൺ പൂക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ March to April ആണ്. ആ സമയത്തായിരിക്കും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം. റയർ അനിമലായിട്ടുള്ള റെഡ് പാണ്ടയുടെ ഹാബിറ്റാറ്റാണ് ഈ സിംഹാലയ നാഷണൽ പാർക്ക്. വലിയ വലിയ മരങ്ങളുടെയൊക്കെ മുകളിലാണ് അവരുണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ നോക്കിയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ പ്രസൻസ് അറിയുമ്പോഴേക്കും അവർ പെട്ടെന്ന് പോവും. അതുകൊണ്ട് കാണാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. എങ്കിലും കാണാൻ പറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര ലക്കിയായിരിക്കും നമ്മൾ. റമാമിൽ നിന്ന് ഏകദേശം 4 അവർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സമാന്തൻ ഒരു വില്ലേജിലെത്തി. ഇവിടെ നിന്ന് ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഗോർഖെ വില്ലേജിലേക്ക്. റമാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സമാന്തൻ. ഇവിടെയും കുറേ നല്ല ഹോം സ്റ്റേസ് ഉണ്ട്. റമാമിൽ നിന്ന് സിക്കിമിലേക്കുള്ള ട്രെക്കിൻ്റെ ഇടയ്ക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്റ്റോപ്പാണ് ഈ സമാന്തൻ. ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു വില്ലേജ്. പക്ഷേ ഞങ്ങൾ ഗോർഖയിൽ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സമാന്തരിൽ നിന്ന് 45 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗോർഖെ എത്തി. നല്ല വെയിറ്റുള്ള ബാഗും പിടിച്ചുകൊണ്ടുള്ള നടത്തായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ ടയേർഡായി. വെസ്റ്റ് ബംഗാളിൽ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഗോർഖെ. നടന്നു മാത്രമേ നമുക്കിവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. 2 ചെറിയ നദികൾ കൂടിച്ചേരുന്ന ഒരു വാലി പോലത്തെ സ്ഥലമാണ് ഗോർഖെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. സന്തക്പൂർ ട്രക്കിലെ ഒരു മെയിൻ സ്റ്റോപ്പാണ് ഗോർഖെ. ഈ ട്രക്ക് കൂടുതൽ പോപ്പുലർ ആകുന്നതിനനുസരിച്ച് ഇവിടെ കൂടുതൽ ബിൽഡിങ്സ് ഉണ്ടായി വരുന്നുണ്ട്. പുതിയ ബിൽഡിങ്സിൻ്റെ ഒക്കെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്ഥലമല്ല ഇത്. ഹിമാലയൻ മലനിരകൾ പൊതുവെ വളരെ വീക്കാണ്. 2 വർഷം മുന്നേ ഇവിടെ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അന്ന് വന്നതാണ് ഈ വലിയ കല്ലുകളൊക്കെ. എന്നിട്ടും പുതിയ ബിൽഡിങ്സ് വീണ്ടും റിവർ സൈഡിൽ തന്നെയാണ് വരുന്നത്. റെസ്പോൺസിബിൾ ട്രാവലേഴ്സ് എന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളിൽ വന്നു കഴിയുമ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് ഡിമാൻഡ് ചെയ്യാതിരിക്കുക എന്നതാണ്. ഇവിടെയുള്ള ചെറിയ ഹോം സ്റ്റേസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇങ്ങോട്ടൊക്കെ വരാമുള്ളൂ.
പുതിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിവിടെ മാത്രമല്ല, ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ അത് ബംഗാൾ സിക്കിം ബോർഡറിലാണ്. ഈ കാണുന്ന പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിക്കിം എത്തും. അപ്പോൾ ഇതുവഴി പോയിട്ട് സിക്കിമിലെ ഭാരങ് എന്നൊരു വില്ലേജിലേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 3 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ സിംഗാലിയ ഫോറസ്റ്റിലൂടെ ട്രക്ക് ചെയ്താണ് അങ്ങോട്ട് പോകേണ്ടത്. ഏകദേശം 2.5 മണിക്കൂർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിക്കിമിലെ ഭാരങ് വില്ലേജിലെത്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈഡ് ഇല്ലാതെ ഇത്രയും ട്രക്ക് ചെയ്യുന്നത്, അതും ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇനിയുള്ള വീഡിയോകളിൽ സിക്കിമിലെ സഞ്ചാരികൾ അധികം പോകാത്ത ചില ഗ്രാമങ്ങളിലെ കാഴ്ചകളും കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രക്കിംഗ് ഒക്കെ ആയിരിക്കും. സിക്കിമിലെ കൂടുതൽ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.